ഹായ് ഫ്രണ്ട്സ്, നസർ നൂർദ്ദീനാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പ്ലാന്റേഷൻ സൈറ്റിലാണുള്ളത്. പാലക്കാട് ജില്ലയിൽ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്ന സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാമിംഗ് പ്ലാന്റേഷൻ പ്രൊജക്ട്. ഇടയ്ക്കൊക്കെ ഫാർമേഴ്സിൻ്റെ കൂടെ ഇതിൻ്റെ കൃഷിയുമായി ബന്ധപ്പെട്ട് അല്പസമയമൊക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നിങ്ങനെ മരങ്ങളിങ്ങനെ ചെക്ക് ചെയ്യണ കൂട്ടത്തിൽ പല തൈകളും ഇതേമാതിരി ഫ്ലവറിങ് കഴിഞ്ഞു, അത് പഴങ്ങളായി തുടങ്ങിയതാണ്. ഏകദേശം 10 മാസം കൊണ്ട് തന്നെ ഇവിടുത്തെ മരങ്ങളൊക്കെ തന്നെ നല്ല രീതിയിലുള്ള ഫ്ലവറിങ്ങും അതേപോലെ തന്നെ പഴങ്ങൾ, അത്യാവശ്യം പഴങ്ങൾ ഇതിന്മേൽ കായ്ച്ചു തുടങ്ങി. അതുപോലെ തന്നെ ആ പഴം പഴുത്ത് കാണുന്നുണ്ടല്ലോ അല്ലേ, ഇതാണ് പഴുത്ത പഴം. ഇതിൻ്റെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ പഴുത്ത പഴം ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ സീഡ് ഇരിക്കുന്നത്. ഞാനത് പൊട്ടിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു ഞാവൽപ്പഴം പോലത്തെ ഇതിലാണ് ഇതിൻ്റെ ഇതുള്ളത്. ഒരു ഞാവൽപ്പഴം പോലെ തന്നെയാണ് അതിൻ്റെ ഉള്ളിലത്തെ ഒരു അവസ്ഥയും. നമുക്കത് നേരിയ മധുരമുണ്ട്, പക്ഷെ നമുക്കത് ഭക്ഷ്യയോഗ്യമാണ് എന്നുള്ളത് ഇതുവരെ ആരും പറയപ്പെട്ടിട്ടില്ല, പഠിക്കപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് പക്ഷികൾ ഇത് കഴിക്കും. പക്ഷികൾ ഇത് കഴിച്ചുകൊണ്ട് ഈ സീഡ് അവരുടെ കാഷ്ടത്തിലൂടെ ഇത് പുറത്തു വന്ന് വീണ് അങ്ങനെയാണ് ഇത് എന്ത് ചെയ്യണത്, ഇത് പിന്നീട് തൈകളായി പല സ്ഥലങ്ങളിലും പ്രകൃതിയാ തന്നെ മുളച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സീഡിനെ ശരിക്ക് ഒരു ബയോ ആസിഡിലിട്ട് ഇന്ന് സയൻറ്റിഫിക്കായി ഇത് മുളപ്പിച്ചെടുത്തുകൊണ്ടാണ് ഇന്ന് പല നഴ്സറികളിലൂടെയും നമുക്ക് തൈകൾ ഇന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ശരിക്ക് ഈ 10 മാസം എത്തിയ ഈ പ്ലാന്റ്സിൻ്റെ ഈ സീഡൊന്നും നമുക്ക് അടുത്തൊരു തൈയെ മുളപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. സംഗതി ഒരു പക്ഷേ ഇതൊക്കെ മുളച്ചേക്കാം, പക്ഷെ ഒരു 3 വർഷം പ്രായം എത്തിയ തൈകളാണ്, അത്രയ്ക്ക് ഒരു മെച്യൂരിറ്റി വന്ന തൈകളിൽ നിന്നുള്ള സീഡുകളാണ്, ആ വിത്തുകൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തൈകളാണ് കൂടുതൽ കരുത്തോടു കൂടി വളരുകയുള്ളൂ എന്നുള്ളതൊക്കെ നമുക്ക് സയൻറ്റിസ്റ്റുകൾ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 10-11 മാസം കൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് മെത്തേഡിലും കമ്പനി ഡിസൈൻ ചെയ്ത ഇതിൻ്റെ ചില ഒരു പ്ലാന്റേഷൻ മെത്തേഡിലൊക്കെ ഇത് ചെയ്യണതിൻ്റെ പേരിൽ ഈ ഒരു 10 മാസം കൊണ്ട് തന്നെ ഇത്രയധികം ഗ്രോത്തിലേക്കും ഒരു 10 സെൻറ്റിമീറ്റർ വണ്ണം അതിൻ്റെ സ്റ്റെമ്മ് ആകുന്ന ഒരവസ്ഥയിലേക്ക് വരെ ഈ സംവിധാനത്തെ, ഈ സാൻഡൽവുഡ് പ്ലാന്റേഷൻ പ്രൊജക്റ്റിനെ പ്രകൃതി നമുക്ക് വളർത്തി കാണിച്ചു തരികയാണ് നമ്മൾ ഈ മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ. അതിനാൽ തന്നെ യഥാർത്ഥത്തിൽ ഈ സീഡ് വളരെ ചെറിയ സീഡാണ്. ഏകദേശം ഒരു 3 വർഷം കഴിയുന്നതോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ഏകദേശം ഒരു കപ്പലണ്ടിക്കൂരിൻ്റെ അത്ര വലുപ്പത്തിലേക്ക് ഇത് വരും. ഇപ്പോൾ വളരെ ചെറിയ സീഡാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ പുതിയ ഇതിൻ്റെ പ്ലാന്റേഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ വിത്ത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് പുതിയ തൈകൾ നടക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. എന്ത് തന്നെയാണെങ്കിലും ഈ പ്ലാന്റേഷൻ പ്രൊജക്റ്റിൽ, ഈ ഗ്രൂപ്പ് ഫാമിംഗ് പ്ലാന്റേഷൻ പ്രൊജക്റ്റിൽ അംഗമാവാനും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നൊക്കെയുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയും വരികയൊക്കെ ചെയ്യുമല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുകയും ചെയ്യുമല്ലോ.